ഒരു ചെറിയ പുസ്തകമാണ്. എങ്ങനെയാണ് ഉർവി എന്നുള്ള പേര് വരും. ഉർവി എന്ന് പറഞ്ഞാൽ ഒരു വിത്ത് കൊടുത്താൽ 1000 വിത്താക്കി തിരിച്ചു തരുന്ന ഭൂമി. എങ്ങനെയാണ് ഉർവി എന്നുള്ള പേര് പറയുക? ഇത് ആദിവാസിയുടെ സങ്കല്പത്തിൽപ്പെട്ടതാണ്. എല്ലാ പുരുഷ ദൈവങ്ങളും മലയുടെ മേലെ, എല്ലാ അമ്മ ദൈവങ്ങളും വയലിൽ. കാരണം വയലിൽ മാത്രമേ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. അമ്മക്ക് മാത്രമേ വംശവർധന സാധിക്കൂ. പക്ഷെ അതിന് അച്ഛൻ്റെ സഹായമാണ്. അമ്മ മാത്രം വിചാരിച്ചാൽ പ്രസവിക്കാൻ കഴിയില്ല. അച്ഛൻ്റെ സഹായം. അച്ഛൻ്റെ സഹായം കിട്ടണമെങ്കിൽ എന്ത് വേണം? അച്ഛൻ ബ്രോയിലർ കോഴിയുടെ ഇറച്ചിയും മുട്ടയും തിന്നാത്ത ആളായിരിക്കണം. തിന്നുന്ന ആളാണെങ്കിൽ നടക്കില്ല, ബീജം ഉണ്ടാവില്ല. എല്ലാ കുന്നും മുട്ടയാണെങ്കിൽ, പശ്ചിമഘട്ടം മുട്ടയാണെങ്കിൽ, എല്ലാ പുഴയും അടച്ചു കെട്ടി അണക്കെട്ട് കെട്ടിയാൽ താഴത്തേക്ക് ഉർവരത വരില്ല. ഉർവരത വന്നില്ലെങ്കിൽ, എക്കല് വന്നില്ലെങ്കിൽ ഒരു വയലും പുഷ്ടിപ്പെടില്ല, ഒരു തെങ്ങും ബാക്കി ഉണ്ടാവില്ല, കേരളം ബാക്കി ഉണ്ടാവില്ല, നശിച്ചു പോകും. അതിനെപ്പറ്റി പറയുന്ന പുസ്തകമാണിത്. ഇങ്ങനെ കുറച്ച് പുസ്തകങ്ങൾ ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മാസിക ഇതുവരെയും 94 മുതൽ ഇതുവരെ നിൽക്കാതെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വലിയ പാടാണ്. 100 രൂപ അടച്ചാൽ 14 മാസം തരും. വാർഷികവരിസംഖ്യല്ല. കാരണം ഇന്നത്തെ വിലയ്ക്ക് 14 മാസം തരാം. അച്ചടിക്കൂലി സർക്കാർ കൂട്ടിയാൽ 12 മാസമാക്കും. മുൻകൂട്ടി പറയാം. അല്ല, ഏതെങ്കിലും രീതിയിൽ പേപ്പറിനോ അച്ചടിക്കൂലിക്കോ കുറവ് വരികയാണെങ്കിൽ എന്ത് ചെയ്യും? 16 മാസമാക്കും. മുമ്പ് 16 മാസമായിരുന്നു. ഞങ്ങൾക്ക് ഇതിനകത്ത് ലാഭമൊന്നും വേണ്ട. കേസിൻ്റെ ആവശ്യം ഇതിനകത്തൊന്നും എടുക്കില്ല. ഞങ്ങൾക്ക് നാട്ടുകാർ തരുന്നുണ്ട്, കാശ് തരുന്നുണ്ട്. ഒരാൾ കാശ് അയച്ചപ്പോൾ പറഞ്ഞത് ഇത് കൈക്കൂലിയുടെ പൈസയാണ്, ഇത് വീട്ടിൽ കയറ്റിയാൽ എൻ്റെ പിള്ളേർക്ക് ചൊറി വരും, അതുകൊണ്ട് നിങ്ങൾ കൊണ്ടുപോയി നല്ല കാര്യത്തിൽ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ടാണ് കാശ് അയച്ചു തന്നത്. അഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അഡ്രസ്സൊക്കെ തപ്പിപ്പിടിച്ച് ഞങ്ങൾ നോക്കി. അഡ്രസ്സൊക്കെ തെറ്റായിരുന്നു. കാശ് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് രേഖകൾ കിട്ടുന്നുണ്ട്. സർക്കാർ ഓഫീസിലെ ഫയലൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഞങ്ങൾക്ക് എത്തുന്നുണ്ട്. അഡ്രസ്സൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. കയ്യേറാൻ പറ്റിയ ഭൂമി ഏതാണെന്ന് കാണിച്ചുകൊണ്ടുള്ള രേഖയുടെ ഫോട്ടോസ്റ്റാറ്റ് ഞങ്ങളുടെ കയ്യിലുണ്ട്. സെക്രട്ടേറിയറ്റിൽ നിന്ന് ആരോ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് അയച്ചതാണ്. ആരാന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇന്ന സ്ഥലത്ത് ഇത്ര സെന്റ് ഇത്ര ഏക്കർ ഭൂമിയുണ്ട്, കയ്യേറിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് രേഖ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇതൊക്കെ വരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വിശ്വാസമാണ്. ഒരു പൈസ പോലും നാട്ടുകാരൻ തരുന്നത് ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യത്തിന് ഉപയോഗിക്കില്ല എന്ന് ഉറപ്പുള്ള ആൾക്കാർ കാശ് തരുന്നുണ്ട്, കേസ് നടത്തുന്നുണ്ട്. 18ഓളം കേസ് ഇപ്പോൾ കോടതിയിൽ കിടപ്പുണ്ട്. ശരി, ഇനി പ്രശ്നമായല്ലോ ഇല്ലേ? ഞങ്ങൾക്ക് ഏതാണ്ട് 10,000-ലധികം കർഷകർ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. ജൈവ കർഷക സമിതിയായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്. പരിസംഖ്യയില്ല, അത്രയും മെമ്പർമാരല്ല. പക്ഷെ ബന്ധപ്പെട്ട ആൾക്കാർ ഞങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നവരെല്ലാം നിന്ന് 10,000-ഓളം ആവുന്നു. എല്ലാ നാടൻ വിത്തുകളും ഞങ്ങൾ സംരക്ഷിക്കുന്നു. നിങ്ങൾ വിചാരിക്കേണ്ട നെല്ല് വിത്ത് മുഴുവൻ പോയിരുന്നു. വെണ്ട വിത്ത്, പണ്ടത്തെ 1 മുഴം നീളമുള്ള വെണ്ട വിത്ത്, കാളക്കമ്പൻ വെണ്ട നഷ്ടപ്പെട്ടെന്ന് വിചാരിക്കേണ്ട, നഷ്ടപ്പെട്ടിട്ടില്ല. വെണ്ടയ്ക്കൊക്കെ ഉണ്ട്. നല്ല സ്വാദുള്ള 1-ാം തരം വെണ്ടയ്ക്ക ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ആനക്കമ്പൻ വഴുവിന ഉണ്ട്. മൊൺസാണ്ടോ നശിപ്പിച്ചിട്ടൊന്നുമില്ല. എല്ലാതരം പച്ചക്കറി വിത്തും സംരക്ഷിച്ചിട്ടുണ്ട്. പക്ഷെ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരില്ല, എനിക്ക് ഓർമ്മൂടാ. കാരണം അതൊരു രഹസ്യമാണ്. പറഞ്ഞു കിട്ടിയപ്പോൾ ഏതൊക്കെ ശാസ്ത്രന്മാർ ഇത് കൊണ്ടുപോയിട്ട് ഹൈബ്രിഡായിട്ട് അവർ പുറത്തിറക്കും. ആ വിത്ത് നശിക്കും. സ്വാഭാവികമായ വിത്തും നശിക്കും. ഞാൻ വിത്തിൻ്റെ പ്രാധാന്യം നേരത്തെ പറഞ്ഞല്ലോ. നെല്ല് വിരിയുന്ന കാര്യം, ഓരോ കാര്യത്തിലും ഈ പ്രത്യേകതയുണ്ട്. ഹൈബ്രിഡായ വിത്തിന് ഇത്തരം പ്രകൃതി നിയമങ്ങൾ അറിഞ്ഞുകൂടാ. കാരണം അത് മനുഷ്യന്റെ വിത്താണ്, ദൈവത്തിന്റെ വിത്തല്ല. പടച്ചവൻ തരുന്ന വിത്തിന് മാത്രമേ ഈ കഴിവുള്ളൂ. കൃത്രിമമായ വിത്തിനില്ല. നിങ്ങൾക്ക് ഒട്ടുമാങ്ങ ഉപയോഗിക്കാം ഒരു പഴം എന്ന നിലയിൽ, പക്ഷെ ഒട്ടുമാങ്ങ ബാലൻസ്ഡ് അല്ല. കാരണം അതിന് താഴത്തെ പ്ലാന്റ് വളരെ ചെറുപ്പക്കാരനാണ്, മേലെത്തത് വയസ്സനുമാണ്. ഒരു 60 വയസ്സുള്ളവൻ 18 വയസ്സായ പെണ്ണിനെ കല്യാണം കഴിച്ച പോലെ ഇരിക്കും. രണ്ടുപേരുടെയും ബയോളജിക്കൽ നീഡ് 2ആണ്. കാര്യം മനസ്സിലാവുമല്ലോ? അതുകൊണ്ട് ഇത് തെറ്റാണ്.
പക്ഷെ നമുക്ക് അത്യാവശ്യമൊക്കെ വരുമ്പം ഒട്ടുമാവൊക്കെ ആവാം ഓഫ് സീസണിൽ മാങ്ങ കിട്ടാൻ. പക്ഷെ അത് ബാലൻസ്ഡ് അല്ല എന്ന ഓർമ്മയോട് കൂടി മാത്രം ആവുന്നത്. അതുകൊണ്ട് കേരളത്തിൽ ജൈവകൃഷിയുണ്ട്, ഒന്നാം തരമായിട്ടുണ്ട്. ജൈവകൃഷിയെപ്പറ്റി പഠിക്കാൻ വേണ്ടി BBC-യുടെ സയൻറ്റിസ്റ്റുകൾ വന്നിരുന്നു കേരളത്തിൽ. വന്നപ്പോൾ അവർ കേരളത്തിൽ സർക്കാർ പറഞ്ഞ എല്ലാ ഫാമും പോയി നോക്കി. എല്ലാ കൃഷിക്കാരും ഇപ്പോൾ ഇവർ മനോരമയ്ക്ക് അവാർഡ് കൊടുക്കുന്നുണ്ടല്ലോ, എല്ലാവരും പോയി കണ്ടു. എന്നിട്ട് അവസാനം അവരെത്തിച്ചേർന്നത് ഞങ്ങളുടെ മുൻ സെക്രട്ടറി, വൺ എർത്ത് വൺ ലൈഫിൻ്റെ മുൻ സെക്രട്ടറി ഈ ഉണ്ണിയേട്ടൻ്റെ അടുത്താണ്, കൊടുങ്ങല്ലൂരിലാണ്. ഈ ഉണ്ണിയേട്ടൻ്റെ അടുക്ക് എത്തി. അവരിത് കണ്ടു, തിരിച്ചുപോയി, ക്യാമറയായിട്ട് വന്നു. അവർ 9 മിനിറ്റ് നീണ്ടുനിന്ന, 9 മിനിറ്റൊക്കെ BBC-യിൽ കൊടുക്കുന്നതിനാൽ അത്യത്ഭുതമാണ്, നീണ്ടുന്ന ഒരു ഫിലിം പലതവണ കാണിച്ചു. ഏതാണ്ട് ഒരു തെങ്ങിൽ നിന്ന് 300 തേങ്ങ പറിക്കുന്ന തെങ്ങുണ്ട് ഈ ഉണ്ണിയേട്ടനെടുക്ക കൊടുങ്ങല്ലൂരിൽ. അതാണ് അവരെ കാണിച്ചത്. അതുകൊണ്ട് തേങ്ങ ഉണ്ടാവില്ല എന്ന് പറയണ്ട, തേങ്ങ വലിപ്പമില്ല എന്ന് പറയണ്ട. എന്തിനാ നമ്മൾ 100 തെങ്ങ് നടന്ന് 10 തെങ്ങുണ്ടായ പോലെ അത്രയും തേങ്ങ കിട്ടുമെങ്കിൽ ആ രീതിയിൽ ഓർഗാനിക് ഫാമിംഗ് തന്നെ ഒന്നാം തരമായിട്ട് എല്ലാം ഉണ്ട്. അതിനകത്ത് മാങ്ങയും തേങ്ങയും ചക്കയും എല്ലാം ഉണ്ട്. ഇതെല്ലാം നിറഞ്ഞ പറമ്പ്, നിലത്ത് പയറുണ്ട്, കൊമ്പുണ്ട്, എല്ലാം ഉണ്ട്. കറി വെക്കാതാകുമ്പോൾ സഞ്ചിയെടുത്തൊരു പോക്ക് പോയാൽ എല്ലാം പെറുക്കിയിട്ട് വരാം, പറിച്ചിട്ട് വരാം. അങ്ങനത്തെ പറമ്പുകൾ കേരളത്തിൽ ധാരാളമുണ്ട്. തികച്ചും വിപരീതമായ കാലാവസ്ഥയിൽ ചെയ്ത പരീക്ഷണങ്ങളും ഉണ്ട്. കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട്, പൂർണ്ണമെന്ന് പറയാറായിട്ടില്ല. തികച്ചും വിപരീതമായ, ഒരിക്കലും ഒന്നും നന്നാവില്ലെന്ന് എല്ലാവരും പറഞ്ഞ് തള്ളിക്കളഞ്ഞ സ്ഥലം പോലും ഉൽപ്പാദനക്ഷമമായിട്ടുണ്ട്. ദയാലിൻ്റെ പറമ്പ് ഒക്കെ അങ്ങനെയുള്ളതാണ്. ഒന്നാം തരം കാട്, ആലപ്പുഴയിൽ കാടില്ലാത്ത ജില്ലയിൽ ഒരു കാടുണ്ട്. അതിനകത്ത് തിന്നേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. അവിടുത്തെ ഏത്തവാഴക്കൊലയ്ക്ക് 30 കിലോ തൂക്കമുണ്ട്. നല്ല വാഴപ്പഴമുണ്ട്, നല്ല സ്വാദുള്ള വാഴപ്പഴം കഴിക്കാം. കടിച്ചാൽ പല്ലിൽ നിന്ന് ചോര വരാത്ത വാഴപ്പഴം കഴിക്കാൻ നിങ്ങൾക്ക് പോയി കാണാം. മോശമല്ല. പക്ഷേ ഇതുവരെ കേരള ഗവൺമെൻറ് 2007 നവംബറിൽ പ്രഖ്യാപിക്കുന്ന പറഞ്ഞ ജൈവ കാർഷിക നയം പ്രഖ്യാപിച്ചിട്ടില്ല. വിടുന്നില്ല അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കാർ. കാരണം രാസവളക്കാരും കീടനാശിനിക്കാരും കൊടുക്കുന്ന കമ്മീഷൻ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് സയൻറ്റിസ്റ്റുകളെ ഭയപ്പെടുക. ഇതുപോലെ സയൻറ്റിസ്റ്റുകളല്ല, ഇവിടുത്തെ മാത്യു സാറോ ഇവിടുത്തെ ജേക്കബോ പോലെയുള്ള കർഷകരെ സ്നേഹിക്കുന്ന സയൻറ്റിസ്റ്റുകൾ വേറെ. ഇതുപോലൊരു മീറ്റിംഗ് നടത്താൻ അനുവാദം വരുന്നത് കേരളത്തിലെ കൃഷിഭവനിൽ ഇത് മാത്രമാണ്. വേറൊരു കൃഷിഭവനിൽ ഇങ്ങനെ സമ്മതം കിട്ടില്ല എനിക്ക്. അപ്പോൾ മനസ്സിലാവുന്ന വ്യത്യാസം. ജൈവ കൃഷി വിജയിക്കും, വിജയിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് പല രംഗത്തും. എനിക്കാവശ്യമുള്ള പച്ചക്കറിയൊക്കെ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. മുഴുവനല്ല, മുഴുവൻ പറ്റില്ല. ഏതായാലും മിക്കവാറും ദിവസങ്ങൾ വേണമെന്നൊക്കെ എനിക്കുണ്ട്. അപൂർവമായിട്ട് കുറച്ച് സാധനങ്ങൾ പുറത്തുനിന്ന് വേണ്ടി വരും. പഴങ്ങളുണ്ട്, പലതരം പഴങ്ങളുണ്ട്. ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളിത് ചെയ്യുന്നു. ചെയ്ത അനുഭവങ്ങൾ മാത്രം നാട്ടുകാരോട് പറയുന്നു. 16 കൊല്ലം ചെയ്തതിന് ശേഷം ഞാൻ പുറത്ത് പറയാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ വേണ്ടിയിട്ടില്ല. അതുകൊണ്ട് ജൈവകൃഷി ധാരാളം പരിശ്രമം നടത്തിയിട്ടുണ്ട്. ആ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ നിങ്ങൾക്കും വരാം. ജൈവ കർഷക സമ്മേളനമുണ്ട് ഇപ്രാവശ്യം ചാലക്കുടിയിലാണ് സംസ്ഥാന സമ്മേളനം. വന്നാൽ കുറേ അനുഭവങ്ങൾ നിങ്ങൾക്ക് കിട്ടും, കുറേ വിത്തുകളും കിട്ടും. കുറേ പച്ചക്കറി വിത്തൊക്കെ അവിടുന്ന് ഫ്രീ ആയിട്ട് തരും എന്നാണ്. പക്ഷേ സ്ഥലവും പറഞ്ഞു തരില്ല, ആളെയും പറഞ്ഞു തരില്ല. വിത്ത് തരുന്നു മാത്രം. നെല്ല് വിത്തും കിട്ടും. ഏത് പറമ്പിൽ നിങ്ങൾക്ക് നെല്ലുണ്ടാക്കാം. അതിന് വേണ്ടി നെല്ല് വിത്ത്, പറമ്പിൽ ചെയ്യുന്ന എല്ലാ നെല്ല് വിത്തും ഇന്നും സ്റ്റോക്കുണ്ട് പല സ്ഥലത്തായിട്ട്. അതും കിട്ടും. ബന്ധം നിലനിർത്തുക. മാസികയിൽ അറിയിപ്പ് വരും ഇത്തരം ക്യാമ്പുകളുടെയൊക്കെ. അപ്പോൾ അതിൽ പങ്കെടുക്കുക. പങ്കെടുത്താൽ ഇത്തരം അനുഭവം ഉണ്ടാവും. ഇതിൻ്റെ പാചകം, എങ്ങനെയാണ് പാചകം ചെയ്യാവൂ, എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടത്, എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. ശരി, ഭക്ഷണം ഒരുങ്ങിയിട്ടുണ്ട്. ചെറിയ മക്കളുള്ളതാണ്.